ഏറെ പ്രിയമുള്ള PDPയുടെ ഏറ്റവും കരുത്തരായ മുന്നണി പോരാളികളായ പ്രവർത്തകരെ, നമ്മുടെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ വർക്കല രാജൻ, അതുപോലെ തന്നെ ശ്രീ അഷ്റഫ് വാഴക്കാല, ശ്രീ മുഹമ്മദ്, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീമതി ശശികുമാരി വർക്കല തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ത്യയിലെമ്പാടുമുള്ള ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും സാഹോദര്യത്തിലും സാമൂഹ്യ നീതിയിലും വിശ്വസിക്കുന്ന ജനസാമാന്യം ഒന്നാകെ ഈ ദിനം പല രീതിയിൽ സ്മരിക്കുന്നത്. ഇന്ന് വിവിധങ്ങളായിട്ടുള്ള കൂട്ടായ്മകൾ 1992 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനയെ തന്നെ നഗ്നമാക്കിക്കൊണ്ട്, കശാപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം എടുത്തിട്ടുള്ള നിലപാടിൻ്റെ, ചില തെറ്റായ നിലപാടിൻ്റെ ഭാഗമായി നമ്മളെയൊക്കെ, ജനാധിപത്യ വിശ്വാസികളെയൊക്കെ അത്യന്തം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നടന്ന അതിദാരുണമായ ഒരു സംഭവത്തെ ഭയത്തോടും എന്നാൽ ജാഗ്രതയോടും കൂടിയാണ് നമ്മൾ നേരിടുന്നത്. ഇവിടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ വിവിധങ്ങളായ കൂട്ടായ്മകൾ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആധുനിക കാലത്തെ പ്രത്യേകതകളും സമകാലീന സംഭവങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ദിവസത്തെ ഭീതിയോടും ജാഗ്രതയോടും കൂടി തന്നെയാണ് കാണുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ പ്രശ്നം ആയിട്ടല്ല ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ സംഭവത്തെ കാണുകയും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള RSSന്റെ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ കശാപ്പുകളെ, മതനിരപേക്ഷ കശാപ്പുകളെ അത്യന്തം ജാഗ്രതയോടുകൂടി കാണുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മഹാനായ BR അംബേദ്കറിന്റെ സ്മരണ ദിനം കൂടിയാണ്. നമുക്കറിയാം, 1949 നവംബർ 26, കഴിഞ്ഞ മാസം നവംബർ മാസം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് 75 വർഷം നമ്മൾ അനുസ്മരിച്ചു. 1949 നവംബർ 26 ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദരണീയനായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, വൈരുദ്ധ്യങ്ങളുടെ ഒരു സമൂഹത്തിലേക്കാണ് ഈ മഹത്തായ നിയമം ഞങ്ങൾ സംഭാവന ചെയ്യുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, അത്യന്തം മഹത്തായ ഒരു നിയമത്തെയാണ്, ഒരു ഭരണഘടനയെയാണ് ലോകത്തിന് മുൻപിൽ ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ ആ ഭരണഘടന ഏറ്റവും നല്ലതാണ്, ഏറ്റവും മഹത്തരമാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ
ഈ ഭരണഘടനയും മോശപ്പെടും എന്ന ഒരു മുൻകരുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുൻപാകെ അദ്ദേഹം 1949 നവംബർ മാസത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഡോക്ടർ BR അംബേദ്കർ അത് പറഞ്ഞത് എന്ന് ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ രാഷ്ട്രീയ വശത്തെ, മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ, ജനാധിപത്യ വിശ്വാസത്തെ ഒക്കെ നോക്കിക്കാണുമ്പോൾ നമ്മൾ കരുതുന്നു ഡോക്ടർ BR അംബേദ്കർ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഏറ്റവും മഹത്തായ ഭരണഘടന ഏറ്റവും മോശപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മറ്റൊരു ദുരന്തത്തിന്റെ കറുത്ത സ്മരണ ഇന്ന് പുതുക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ ശ്രീ വർക്കല രാജൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കടയ്ക്കൽ കത്തിവെച്ച 1992 ഡിസംബർ 6 അതിഭീകരമായ അഭീകര പ്രവർത്തനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ മതനിരപേക്ഷതയെ സംബന്ധിച്ച്, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായൊരു പ്രവർത്തനമാണ് അയോധ്യയിൽ ബാബറി പള്ളിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത് എന്ന് നമുക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് കേവലം 1992 ഡിസംബർ 6 യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമല്ല എന്ന് എനിക്കും നിങ്ങൾക്കും, നമ്മുടെ ഈ പരിപാടിയെ ശ്രവിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും, ഓരോ മതനിരപേക്ഷ ഇന്ത്യക്കാരിക്കും ബോധ്യപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കോൺഗ്രസിലേക്ക് RSSകാർക്ക് കടന്നു വരാം. ഇന്നലെ വരെ RSS ആയി ഇരുന്ന, ഇന്നലെ വരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും പരക്കെ ചീത്ത പറഞ്ഞ് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ആക്ഷേപിച്ച് പെട്ടിരുന്നുവെങ്കിൽ മാത്രവുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എടുത്ത അതിശക്തമായൊരു തീരുമാനം, ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലേക്ക് RSSകാർക്ക് കടന്നു വരാൻ അനുവാദം കൊടുക്കരുത് എന്നുള്ള തീരുമാനമായിരുന്നു. 1949 നെഹ്റു വിദേശയാത്ര നടത്തുന്ന സമയത്ത് പ്രത്യേകമായി AICC വിളിച്ചു ചേർക്കുകയും ആ നേതൃത്വത്തിലുള്ള RSS പിന്നെ പിന്തുണയ്ക്കുന്ന, ഹിന്ദുത്വയെ പിന്തുണയ്ക്കുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വം നെഹ്റുവിന്റെ നേതൃത്വത്തിലെടുത്ത ആ തീരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനമെടുക്കുകയും RSS ആയാലും ഹിന്ദു പരിഷത്തായാലും ഹിന്ദു മഹാസഭയായാലും ആർക്കും കോൺഗ്രസിലേക്ക് കടന്നു വരാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിന്റെ തിക്തഫലം അനുഭവിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ നയം? മതനിരപേക്ഷതയെ സംബന്ധിച്ച്, ജനാധിപത്യത്തെ സംബന്ധിച്ച് എന്ത് നയമാണ് കോൺഗ്രസ് അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് എന്റെയും നിങ്ങളുടെയും മുൻപിൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. 1992 PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് 16 ഭാഷകൾ അതിഗംഭീരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രധാനമന്ത്രിയായി ഡൽഹിയിലെ സിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മഹിടോദാഹരണമായ 446 വർഷക്കാലത്തോളം ഇന്ത്യയിലെ മുസ്ലിമുകൾ 5 നേരം നിസ്കരിച്ചിരുന്ന അവരുടെ പരിപാവനമായ മോസ്ക് തകർക്കപ്പെടുന്നത്. നിങ്ങൾ ഹിന്ദിയിൽ പറയണ്ട, ഇംഗ്ലീഷിലും പറയണ്ട, നിങ്ങൾക്കറിയാവുന്ന ഈ 10-16 ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് അരുതേ കാട്ടാളന്മാരെ എന്ന് പറയാൻ അന്നത്തെ ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ശ്രീ PV നരസിംഹറാവുവിന് കഴിഞ്ഞില്ല. ചരിത്രം പറയുന്നത് എന്താ? ഒരു കാലത്ത് RSSന്റെ ശാഖയിൽ പഠിക്കാൻ പോയ, പരിശീലനത്തിന് പോയിരുന്ന
മനുഷ്യന്റെ പേരായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ PV നരസിംഹറാവു. അദ്ദേഹം കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ സംഘമനസ്, സംഘികളുടെ മനസ്സ്, ആ മനസ്സ് ഹിന്ദുത്വയെ മനസ്സാവരിച്ച ഒരു മനസ്സ്, ആ മനസ്സിന്റെ മൗനാനുവാദത്തോടു കൂടിയായിരുന്നു പ്രിയമുള്ളവരെ 500 വർഷക്കാലത്തിലേറെ പഴക്കമുള്ള